നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തയുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം. US ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വാരമാണ് കടന്നുപോയത്. US ജനപ്രതിനിധി സഭ പാസാക്കിയ ധനവിനിയോഗ ബില്ലിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടതോടെ 43 ദിവസത്തെ ദീർഘമായ സർക്കാർ അടച്ചുപൂട്ടലിന് വിരാമമായി. US ജനപ്രതിനിധി സഭ 209-നെതിരെ 222 വോട്ടുകൾക്കാണ് ബില്ല് പാസാക്കിയത്. ബില്ല് US സെനറ്റ് പാസാക്കിയിരുന്നു. ഇതോടെ സർക്കാരിന്റെ സുപ്രധാന സേവനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. ഒക്ടോബർ 1 മുതൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ധനവിനിയോഗ ബിൽ പാസാക്കാൻ ഡെമോക്രാറ്റുകൾ വിസമ്മതിച്ചതോടെയാണ് പ്രതിസന്ധി രൂപപ്പെട്ടത്. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്താത്തതാണ് അവരുടെ എതിർപ്പിന് കാരണമായത്. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 6 ഡെമോക്രാറ്റുകൾ ബില്ലിനെ പിന്തുണയ്ക്കുന്നു. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ അതിർത്തികളിൽ വീണ്ടും അശാന്തി പടർത്തുന്നതാണ്. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് കിഴക്കൻ അതിർത്തിയിൽ ഇന്ത്യക്കെതിരെയും പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സർക്കാരിനെതിരെയും യുദ്ധത്തിന് തയ്യാറാണെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞത്. ഇസ്ലാമാബാദ് കോടതിക്ക് മുന്നിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആസിഫിന്റെ പ്രസ്താവന. ചാവേർ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഇസ്രയേലിന്റെ കപ്പലുകൾ ആക്രമിക്കുന്നത് യമനിലെ ഹൂതി വിമതർ നിർത്തിവെച്ചതായിരുന്നു കഴിഞ്ഞ വാരത്തിലെ മറ്റൊരു പ്രധാന സംഭവം. ഗാസയിൽ വെടിനിർത്തൽ നടപ്പായതിനെ തുടർന്നാണ് തീരുമാനമെന്ന് ഹമാസിന്റെ ഗാസം ബ്രിഗേഡിന് അയച്ച കത്തിൽ ഹൂതികൾ വ്യക്തമാക്കുന്നു. ഒക്ടോബർ 10-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ന് വരെ ഹൂതികളുടെ ആക്രമണം ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലിന്റെ കപ്പലുകൾക്ക് നേർക്കുണ്ടായിട്ടില്ല. ഹൂതികൾ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ 9 നാവികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 4 കപ്പലുകൾ മുങ്ങുകയും ചെയ്തിരുന്നു. ഇസ്രയേലിന്റെ കപ്പലുകളെ ആക്രമിക്കുമെന്ന് പറയുമ്പോഴും ഇസ്രയേൽ ഹമാസ് യുദ്ധവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള കപ്പലുകളെ വരെ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇതോടെ ജനേകം ലോക പോയ വാരം അവസാനിക്കുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.